തൃശൂർ കയ്പമംഗലം കമ്പനിക്കടവ് ബീച്ചിൽ കടലാമകൾ വ്യാപകമായി ചത്തടിയുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ഈ ഉരകവർഗ ജീവിക്ക് വിനയാകുന്നത് മനുഷ്യരുടെ ഇടപെടലുകളും കാലാവസ്ഥാ വ്യതിയാനവുമാണ്. ഇക്കഴിഞ്ഞ 2 മാസത്തിനിടെ 10ലേറെ കടലാമകളാണ് ഇവിടെ ചത്ത് കരക്കടിഞ്ഞത്. നവംബർ മുതൽ മാർച്ച് വരെ ഇവയുടെ പ്രജനന കാലമാണ്. മുട്ടയിടാനായി മാത്രം കരയിലേക്ക് വരുന്ന ജീവിയാണ് കടലാമ. ഇതിനായി രാത്രികാലങ്ങളിൽ സുരക്ഷിതമായ ഇടം തേടി കരയോട് ചേർന്ന് സഞ്ചരിക്കുന്ന കടലാമകൾ അപകടത്തിൽപ്പെട്ടാണ് പലപ്പോഴും ചാവുന്നത്. ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും മറ്റും യന്ത്രഭാഗങ്ങൾ തട്ടി പരിക്കേൽക്കുന്ന കടലാമകൾ ദിവസങ്ങൾക്കകം ചത്ത് കരക്കടിയുകയാണ്. കടലിലെ അശാസ്ത്രീയ മീൻപിടുത്തവും പലപ്പോഴും ഇവയ്ക്ക് വിനയാകുന്നുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. യാമട നശിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊയിഞ്ചലിൻ്റെ ഉള്ളിൽ 10-200 കൊയിഞ്ചൽ കയറ്റി മറ്റേ ടാങ്കീസും മറ്റുള്ള സംഭവങ്ങൾ ഇതെല്ലാം കൂടി കൂട്ടിക്കെട്ടിയിട്ട് ഒരിക്കലിടാണ്. ഇതിപ്പോൾ ഈ ഒരേ നീറും ഒരേ ഇതൊക്കെ വെള്ളം പോലെയൊക്കെ വരുമ്പോഴാണ് ഇത് വിട്ടു പോരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആമയുടെ ഈ നശിപ്പ് ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ടാണ്. മനസ്സിലായ ഈ ടാങ്കീസിൻ്റെ ഉള്ളിലും ഇതിൻ്റെ ഉള്ളിലൊക്കെ പെട്ടിരിക്കുന്നത്. കാരണം 1-2 മാസമായിട്ട് ഈ കണ്ടമാന ആമ ഇവിടെ ചത്തടിയുണ്ട്. ഇപ്പോൾ ഈ ഒരു 2 ആഴ്ച മുന്നേ വലിയ 10-30 കിലോ ഉണ്ടാവും ഒരു ആമ അടിഞ്ഞിട്ട് ഞാനാണ് ഇവിടുന്ന് തള്ളി ചുക്കാത്തോണ്ട് തള്ളി അപ്പുറത്ത് കിട്ടത്. എന്നിട്ടത് ഇവിടുന്ന് പോയി. 2 മാസമായിട്ട് ഇത് സ്ഥിരം ഇവിടെ 1-2 ആയിട്ട് അടിയുന്നുണ്ട്. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒഴുക്കാർക്ക് വേണ്ടി കയറ്റിയാണ് ഈ സംഭവങ്ങൾ ചെയ്യുന്നത്. ഈ കണവ പിടിക്കാൻ വേണ്ടി കയറ്റി. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഞങ്ങൾക്കും ഇത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ ഈ രാത്രി 3-3:30-4 മണിക്ക് ഇവിടുന്ന് വഞ്ചിയള്ളിപ്പോൾ നമ്മളിത് കാണില്ല. ഇത് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ പിള്ളേരുടെ ഉള്ളിൽ ഈ വെക്കാൻ നൂലും മറ്റേ ടാങ്കീസ് എല്ലാം കൂടിയായിട്ട് ഇതിൽ പെടുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ അന്നത്തെ പണി പോയി. ഇതൊക്കെ ആയിട്ട് ഇത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്. തെങ്ങിൻ്റെ കൊഴിഞ്ചിലുകളും പ്ലാസ്റ്റിക് വസ്തുക്കളും ഉപയോഗിച്ച് ചേർത്ത് കെട്ടി കടലിൽ നിക്ഷേപിച്ച് നടത്തുന്ന കണവാപ്പിടുത്തം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇത് തീരത്തടിഞ്ഞ് കടപ്പുറത്ത് പ്ലാസ്റ്റിക് മാലിന്യം കൂടാനും ഇടയാക്കുന്നുണ്ട്. മറ്റ് ജീവികളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന ഇത്തരം മീൻപിടുത്തങ്ങൾക്ക് നിരോധനമുണ്ടെങ്കിലും പരിശോധനകളൊന്നും നടക്കാറില്ല. ഒലീവ് റിഡ്ലി എന്ന ഇനത്തിൽപ്പെട്ട കടലാമകളാണ് ഈ മേഖലയിൽ കൂടുതലായും കാണപ്പെടുന്നത്. കരയിൽ സുരക്ഷിത സ്ഥലം കണ്ടെത്തി മുട്ടയിട്ട് മടങ്ങുന്ന കടലാമകളുടെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരുമാണ് സംരക്ഷകരാവാറുള്ളത്. 50 ദിവസത്തിലധികം എടുത്താണ് മുട്ടകൾ വിരിയുക. കഴിഞ്ഞ ദിവസം കമ്പനിക്കടവിൽ 100ഓളം കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിറങ്ങിയത്. ഇതേ സ്ഥലത്ത് തന്നെയാണ് 2 മാസത്തിനിടെ 10ഓളം കടലാമകൾ ചത്ത് കരക്കടിഞ്ഞതും. ആശങ്കാജനകമായ ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാൻ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ അനിവാര്യമാണ്.